പേര് ഷബാന ഫാറൂഖ്. ഞാൻ മാഹിയിൽ നിന്ന് വരുന്നതാണ്. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒതൻറ്റിക് സീ ഫുഡ് ബിരിയാണി. അതിന് വേണ്ട ചേരുവകൾ കൂന്തൽ, കൊഞ്ചൻ, ഞണ്ട്. ആദ്യം ഞങ്ങൾ ഈ ഫിഷൊക്കെ ഇത് വേറെ വേറെ വരക്കി വെക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി 10 മിനിറ്റ് പരക്കി വെക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് പൊരിക്കാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിക്കുക. ഈ പരക്കി വെച്ച മീനുകളെല്ലാം വേറെ വേറെ ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നെയ്ന്ന് കോരി വെക്കുക. ഇതിലേക്ക് തന്നെ പ്രോൺസ് ഇട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ ഓയിലിലേക്ക് രണ്ടും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഈ പൊരിച്ച തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് ഉള്ളി ഇടുക. നല്ലോണം വഴറ്റിയെടുക്കുക. ഒന്ന് മൂടി വെച്ചിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് ചെറിയ ഉള്ളി ഇടുക. ചെറിയ ഉള്ളി ചതച്ചതാണ്. അതിൻ്റെ പച്ചമണം പോകുന്നത് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഇത് 3 ടീസ്പൂൺ. പച്ചമുളക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കും. നന്നായി ഇതിൻ്റെ പച്ചമണം പോകുന്നതിന് നന്നായി വഴറ്റുക. ഇതിൻ്റെ പച്ചമണം പോയതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത തക്കാളി ചേർക്കും. തക്കാളി നല്ലോണം ഇരുന്ന് ഉടഞ്ഞ് നല്ല ഇതായി വരണം, വരണ്ട് വരണം. കുറച്ച് തൈര്, 2 ടീസ്പൂൺ തൈര്, ഗരം മസാല. ഇതിലേക്ക് ഈ പൊരിച്ച് വെച്ച സീ ഫുഡ് ഇതിലേക്ക് ചേർക്കും. കൂന്തൽ, കൊഞ്ചൻ, ക്രാബ്. നല്ലോണം മസാലയിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കും. ഈ മീനുകളിൽ ഈ മസാല നല്ലോണം പിടിക്കണം ഇതിലേക്ക്. ഇനി ഇതിനൊരു 5 മിനിറ്റ് നന്നായി മൂടി വെച്ച് വേവിക്കും. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ഉള്ളി വറുക്കാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിക്കും. ഇതിലേക്ക് കുറച്ച് ഇതിലേക്ക് ഓൾ സ്പൈസസ് ചേർക്കും. കിസ്മിസ് അണ്ടിപ്പരിപ്പ് വറുത്ത് വരും. ഈ ഓയിലിൽ തന്നെ ഇതിലേക്ക് ഉള്ളി കട്ട് ചെയ്തത് എടുത്ത് വറുത്ത് വരും. ഉള്ളി നന്നായി വറുത്ത് വരും. നല്ല ചുവപ്പ് നിറമായിട്ട് വറുത്ത് വരെടുക്കണം. ഷബാന, എന്ത് ബിരിയാണിയാണ്? ഞാൻ സീ ഫുഡ് ബിരിയാണി ഉദ്ദേശിച്ചത്. എല്ലാം ഉണ്ട്. കല്ലുമൊക്കെ ഇല്ല, മസാല ആയിട്ടില്ല. ചോറ് വെച്ചിട്ട് കൂന്തല്, കൊഞ്ചൻ, ഞണ്ട്. അത് ടേസ്റ്റ് വൈസ് നിങ്ങളുടെ മാഹി സ്റ്റൈലാണോ? അവിടുത്തെ ഞങ്ങൾ തലശ്ശേരി സ്റ്റൈൽ ഒതന്റിക് ആയിട്ടുള്ളത്. അതിലൊരു മാറ്റമൊന്നുമില്ല. ഒതന്റിക് ആയിട്ട് കൈമ ഞങ്ങളവിടെ കൊണ്ടു ഞാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇതാണല്ലേ കേറ്ററിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. കേറ്ററിംഗ് ചെയ്യുന്നുണ്ട്. ഫുഡിൻ്റെ ഹോം ബേക്കറാണോ? ബേക്കറല്ല, ഞാൻ 15 കിലോ അരി വരെ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ അവസ്ഥ ഈ അടുപ്പായോണ്ട് ഒരു പേടിയുണ്ട്. അതെ, ഒറ്റ തമ്മിൽ വെച്ചിട്ടുണ്ട്. എത്ര പ്ലേറ്റ് കിട്ടും ഏകദേശം? 1 കിലോ എത്ര പേര് കഴിക്കാൻ പറ്റും? 1 കിലോ എന്ന് പറയുന്നത് ഞാൻ 6 ആക്കാണ് ഉദ്ദേശിക്കുന്നത്. 6 അങ്ങനെയാണ് കൊടുക്കാറ്. ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബിരിയാണി ഫേമസ് ആണ്. എന്റെ കുറച്ച് കസ്റ്റമർ ഉണ്ട്. ആ കസ്റ്റമർക്ക് കൂടുതൽ ഡിമാൻഡ് മീന്, മട്ടൻ, ഒക്കെ കൂടുതൽ ചിക്കനാണ് പോകുന്നത്. അത് മാത്രമേ ഉള്ളൂ ബിരിയാണീസ്? എല്ലാം ചെയ്യുന്നുണ്ട്. ഡെസേർട്ട് പറഞ്ഞാലെല്ലാം ചെയ്യും. പിന്നെ ബട്ടർ ചിക്കന്, പിന്നെ എല്ലാ റൊട്ടികളും, റൊട്ടി, മുട്ടസിർക്ക. കുറച്ച് കസ്റ്റമർ ഉണ്ട് എനിക്ക്. അവർക്ക് എന്റെ ജഡ്ജസ് എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡും എന്റെ മക്കളും തന്നെയാണ്. ഉള്ളി നന്നായി വഴന്നു വരുന്നുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം. ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തത്. അതിന് 4.5 ഗ്ലാസ് വെള്ളം ഒഴിക്കും. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ കഴുകി വെച്ച ജീരകശാല അരി ഇതിലേക്ക് ചേർക്കും. ഇത് മൂടി വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിക്കും.
മസാല അടുപ്പത്ത് വെച്ച് ഇതിനൊരു 10 മിനിറ്റ് നല്ല ഈ മീനിലൊക്കെ ഈ മസാലകൾ നല്ലോണം വറ്റി വരണ്ട് വരണം. മൂടി വെച്ചൊരു 10 മിനിറ്റ് വേവിക്കുക. ഈ ഉള്ളിയൊക്കെ നല്ലോണം ഈ മീനിൻ്റെ മേലെ നല്ല വറ്റി വരണ്ട് വരണം കേട്ടോ. ഞണ്ടിൻ്റെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഈ ഞണ്ടിനെ ഒന്ന് മാറ്റി വെച്ച് ഇതിൻ്റെ ഇറച്ചി ഈ മസാലയിലേക്ക് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ മസാലേൻ്റെ ടേസ്റ്റ് നല്ലോണം ഇതിലേക്ക് പിടിക്കും. ഇതിൽ കുറച്ചൊരു കുരുമുളക്, മല്ലിയില, മസാല റെഡി ആയിട്ടുണ്ട്. ഈ പൊരിച്ച് വെച്ച ഉള്ളി കുറച്ച് ഈ മസാലേൻ്റെ മേലെ വിതറും. എന്നിട്ട് അടിച്ചു. മസാല റെഡി ആയിട്ടുണ്ട്. ഈ ചോറ് ദമ്മിടാൻ വേണ്ടി ഇതിൻ്റെ അടിയിലൊരു തവ വെച്ചിട്ട് ചൂടാക്കുക. ഒന്ന് ചൂടാക്കിയ ശേഷം ചൂടാക്കിയെടുക്കുക. മസാലയൊക്കെ ഇതിൻ്റെ മേലെ മീനിൻ്റെ മേലെ നല്ലോണം ഇതായി നിന്നിട്ട് അത് ദമ്മിട ഇതിലേക്ക് പോവാം. ആദ്യം കുറച്ച് ചോറ്, പിന്നെ കുറച്ച് ഉള്ളി പൊരിച്ചതും മല്ലിയില ചേർക്കാം. ഇരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ ദമ്മിട്ടു. ദമ്മിട്ടു. ഇനി ഹാഫ് ചോറ് കൂടി ഇടാനുണ്ട് ഇതിൻ്റെ മേലെ. അപ്പൊ രണ്ടാൾക്കാർ റെഡിയായി. ഓക്കെ, റൈസിന്റെ വേഗമെല്ലാം കറക്റ്റ് ആണോ? കറക്റ്റാണ്. കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കറണ്ട് അടുപ്പായോണ്ട് ഞാൻ കുക്കർ എടുത്തതാണ്. അതാ ഞാൻ ചോദിച്ചത്, കുക്കറിലായതുകൊണ്ട് ഓവർ കുക്ക് ആണോ എന്ന് അറിയാൻ. ഇല്ല. ഓക്കെ, കുറച്ച് ചെറുനാരങ്ങയിൽ മഞ്ഞൾ കലക്കുന്നത്, പിന്നെ അണ്ടിപ്പരിപ്പ് കിസ്മിസും എൻ്റെ മേലെ ഇതാണ്. നമ്മുടെ സ്വാദിഷ്ടമായ ഒതൻറ്റിക് സീ ഫുഡ് ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചോറ് ദമ്മായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് റൈസിനെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ തലശ്ശേരി ഒതൻറ്റിക് ദം ബിരിയാണി എന്ന് പറഞ്ഞാൽ മസാല വേറെ ചോറ് വേറെ ആയിട്ടാണ് ഞങ്ങൾ വിളമ്പാറുള്ളത്. അപ്പോൾ ഇതിന്ന് ചോറ് ഫുള്ളായിട്ട് ഇതിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നല്ല സീ ഫുഡ് ബിരിയാണി തയ്യാറായിട്ടുണ്ട്.